ഇവിടെ ഉണ്ടോ കല്യാണം മുടക്കണവര്? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടാവില്ല. ഇവിടെയൊക്കെ കല്യാണം മുടക്കിയാൽ കൊന്നിട്ടാ പോലും അറിയത്തില്ല. അള്ളാഹു നൽകട്ടെ, അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വയല് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ രാത്രിയിൽ അവിടെ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുക, ഇനി എങ്ങാനും ഞങ്ങളുടെ കല്യാണം മുടക്കിയാൽ എവിടുന്നാ വിട്ടുന്നതെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു കാത്തിരിശിക്കട്ടെ, അള്ളാഹു നൽകും. ഇപ്പൊ ഞാൻ കുറച്ചാൾക്ക് മുമ്പ് വയനാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് വയലിന് പോയി. ഞാൻ രാവിലെ ചെന്നിട്ട് ഇങ്ങനെ വണ്ടി എന്റെ കാറിൽ പെട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങാം. അപ്പൊ ഒരാള്, ഒരു അസ്ലം എന്നെ പേര്, ഓടി വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറയാ, ഉസ്താദേ ആ ചായക്കട നിങ്ങൾ കണ്ടോ ഉസ്താദേ? ഞാൻ കണ്ടടാ ഉസ്താദ്, അതിന്റെ അകത്ത് ഇരിക്കണ ഇബ്ലീസാ ഉസ്താദേ. എന്താ പറയുക? അതിന്റെ അകത്ത് ഇരിക്കണ ഇബ്ലീസാ ഉസ്താദേ. അങ്ങനെ പറയാൻ കാരണം എന്റെ പെങ്ങടെ കല്യാണം മുടക്കിയതാ ചങ്ങാതിമാരാ ഉസ്താദേ. കാരണം എന്താ ഉസ്താദ്? ഇവര് രാവിലെ സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് വരും ഉസ്താദേ. വന്നിട്ട് ബിവറേജിനേക്കാൾ ക്യൂ ഇതിന്റെ അകത്ത്. ഇവര് ചായയും സമൂസൊക്കെ കഴിച്ചിട്ട് നാട്ടിലുള്ള എല്ലാവരുടെയും കല്യാണം മുടക്കും ഉസ്താദേ. എന്നുവെച്ചാൽ നിന്റെ പെങ്ങടെ കല്യാണം എങ്ങനെയാ മുടക്കിയേ? ഉസ്താദേ എനിക്ക് കഞ്ചാവ് കച്ചവടം എന്ന് ഉസ്താദെ പറഞ്ഞേ. എന്താ പറയുക? എനിക്ക് കഞ്ചാവ് കച്ചവടം എന്ന ഉസ്താദെ പറഞ്ഞേ. അള്ളാഹു സലാം, ഞാൻ ഉസ്താദെ കറിവേപ്പൽ പോലും നേരെ കണ്ടിട്ടില്ല, പിന്നെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ ഉസ്താദെ? അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ മുടി വളർത്തുമ്പോ ഓൻ കഞ്ചാവ്, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കീറിയ പാൻസ് ഇരിക്കുമ്പോ ഓൻ കഞ്ചാവ്, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ലോ വേസ്റ്റ് പാനിടുമ്പോ ഓൻ കഞ്ചാവ്, ഓൻ നാടിന് കൊള്ളൂല എന്ന് പറയണ ചില പ്രായമുള്ളവര് എല്ലാ നാട്ടിലുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയാ, നമ്മളൊന്ന് വീണ് കിടന്നാൽ നമ്മളെ പൊക്കിക്കൊണ്ട് പോകാൻ ഈ ചെറുപ്പക്കാർ മാത്രമേ ഉണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ മുടി വളർത്തുന്നുണ്ട്, ആയിക്കോട്ടെ, ഓൻ ഇസ്ലാമിൽ നിന്ന് പുറത്തൊന്നും പോത്തില്ലല്ലോ. ഓന് നമ്മൾ എന്ത് ചെയ്യാ? പരസ്യമായിട്ട് പറയാതെ രഹസ്യമായിട്ട് കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടില് ഓൻ ഓട്ടയുള്ള പാൻസ് ധരിക്കുക, ഓന്റെ വാപ്പ ചിലപ്പം പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓട്ടയുള്ള പാൻസ് മേടിച്ചു കൊടുത്തായിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യാ? പരസ്യമായിട്ട് പള്ളിയിൽ വെച്ച് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ ഓരെന്ത് ചെയ്യാ? രഹസ്യമായിട്ട് കാണുമ്പോ പറഞ്ഞു കൊടുക്കണ ചങ്ങാതി, ഇത് നേരല്ല, ഇത് ശരിയല്ല, ഇത് ഔറത്ത് വെളിവാകുന്ന ഒരു അവസ്ഥയാണ്. മരിച്ചു പോകണ്ടേ, കബറിൽ പോകണ്ടേ? നമ്മൾ ചോദിക്കണം. അത് രഹസ്യം അല്ലാതെ 4 പേര് കൂടുന്ന സ്ഥലത്ത് വന്നിട്ട് എന്താ ഹേവാന നീ കീറിയ അനുസരിച്ച് എനിക്ക് വാപ്പ ഇല്ല ഉമ്മ ഇല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആൾക്കാർ മുമ്പ് ചൂടായി കഴിഞ്ഞാല് ഓൻ ചിലപ്പോൾ ടിപ്പറിലൂടെ നമ്മുടെ നെഞ്ചത്തേറ്റും പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ നേരെ ചോർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ഒരുപാട് ചെറുപ്പക്കാരുള്ള സദസ്സാണ്, കേൾക്കേണ്ട ചരിത്രമാണ്. ഒരുപാട് ചെറുപ്പക്കാരുള്ള സദസ്സാണ്. ഇപ്പൊ കാസർഗോഡ് ജില്ലയില് ഒരു പള്ളിയുണ്ട്, തെരുവത്തു പള്ളി എന്ന്, അങ്ങനെ എന്താണ് പള്ളിയുടെ പേര്? തെരുവത്തു പള്ളി എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് ഒരു പള്ളിയുണ്ട്. എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അത് എപ്പോഴും കാണുമ്പോ. ചെറുപ്പക്കാരെല്ലാവരും, എനിക്കൊന്ന് മാസത്തിൽ ഒരിക്കലാണെന്ന് എനിക്ക് തോന്നുന്നത്, മാസത്തിൽ ഒരിക്കൽ എന്തായാലും അൽഹംദുലില്ലാഹ് ആ തെരുവത്തു പള്ളിയിൽ ഒരുപാട് ചെറുപ്പക്കാര് ചേർന്നിട്ട് അവിടെ മുത്തുനബിയുടെ മദ്ഹ് പാടുക. കാസർഗോഡ് ജില്ലയിൽ, നിങ്ങളുടെ നാട്ടില് ഭരത ധരിച്ച് ഹനാൻ ഷാന്റെ പാട്ട് കേൾക്കാൻ പോയ പെങ്ങന്മാരുള്ള നാടായ കാസർഗോഡ് ജില്ലയില് തെരുവത്തു പള്ളിയിൽ അൽഹംദുലില്ലാഹ് ചെറുപ്പക്കാര്, മുടി വളർത്തി ചെറുപ്പക്കാര് ആയിക്കോട്ടെ, പാൻസ് ഓട്ടയുള്ള ചെറുപ്പക്കാര് ആയിക്കോട്ടെ, അവരാ തെരുവത്തു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഹബീബാകുന്ന നബി തങ്ങളുടെ മദ്ഹ് പാടാനാ. അള്ളാഹു ചെറുപ്പക്കാർക്കെല്ലാം അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ, റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വാപ്പമാര്, നിങ്ങളുടെ മക്കൾക്ക് പേടിയുണ്ടെങ്കിൽ ഇത് ഹറാം ചെയ്യാൻ വേണ്ടി അവർ മുതിരോ? ഇല്ല. നിങ്ങളെ പേടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഹറാം ചെയ്യും, തിന്മകൾ ചെയ്യും. ഞാൻ നിങ്ങളോട് പറയാ, എന്ത് തെമ്മാടിത്തരം കാണിച്ചോ, എന്ത് തിന്മകളും ചെയ്തോ, കഞ്ചാവ് അടിച്ചിട്ടോ, ഇനി പശ ചുരുട്ടിയിട്ട് മൂക്കി വെച്ച് വലിച്ചിട്ടോ, എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ, ഇതെല്ലാം അനുഭവിക്കുന്നത് എവിടാ? ആദ്യമേ അനുഭവിക്കുന്നത് ആറടി മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറയില. അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ, ഈ മന്ദലിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഖബറിന്റെ അകത്ത് ആ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നബി തങ്ങൾ പറയാ 3 കാര്യം ആരെങ്കിലും ഒരാൾ ചെയ്താൽ അവർ ഖബറിന്റെ അത്ഭുതത്തെ തൊട്ട് കാത്തിരക്ഷിക്കുന്നവരാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേതാ? ഖബറിന്റെ അകത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന ആദ്യത്തെ വിഭാഗം ഏതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുമ്പോ ഒന്നാമത്തേതാ? ഖബറിന്റെ അകത്ത് വിജയിക്കുന്ന ആദ്യത്തെ വിഭാഗമുണ്ടല്ലോ, ഏതെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, തൗബ ചെയ്യുന്നവരാരാ? പാപമോചനം നടത്തുന്നവരാരാ? തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാ? അവർ ഇൻഷാ അല്ലാഹ് ഖബറിൽ വിജയിച്ചവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, തിന്മകൾ ചെയ്യുന്നവരോട് പറയുകയാ, ഹറാം ചെയ്യുന്നവരോട് പറയുകയാ, അദാബുകൾ ചെയ്യുന്നവരോട് പറയുകയാ, തെറ്റുകൾ ചെയ്യുന്നവരോട് പറയുകയാ, കള്ളു കുടിക്കുന്നവരോട് പറയുകയാ, കഞ്ചാവടിക്കുന്നവരോട് പറയുകയാ, വ്യഭിചരിക്കുന്നവരോട് പറയുകയാ, പ്രേമിക്കുന്നവരോട് പറയുകയാ,
ലഹരി ഉപയോഗിക്കുന്നവരോട് പറയുകയാ, പലിശയ്ക്ക് കൊടുക്കുന്നവരോട് പറയുകയാ, ലോട്ടറി എടുക്കുന്നവരോട് പറയുകയാ, അത് ഹറാമാ, തൗബ ചെയ്യണേ വാപ്പാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, തൗബ ചെയ്യുന്നവരാരോ, പാപമോചനം ചെയ്യുന്നവരാരാ, ഇൻഷാ അല്ലാഹ് അവരതാ ഖബറിൽ വിജയിച്ചവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, റമളാൻ കഴിഞ്ഞല്ലോ, റമളാൻ വിട പറഞ്ഞല്ലോ, റമളാനിൽ തൗബ ചെയ്തവരോട് പറയുകയാ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, റമളാനിൽ തൗബ ചെയ്ത പെങ്ങളെ, റമളാനിൽ തൗബ ചെയ്യുമ്പോ നിങ്ങളുടെ മനസ്സിലുള്ള നെയ്യത്തുണ്ടല്ലോ, ഏതാണ് അല്ലാഹ് റമളാൻ കഴിയുമ്പോ പഴയതുപോലെ നിങ്ങളുടെ ജീവിതമുണ്ടല്ലോ, നിങ്ങൾ നയിക്കുമല്ല. റമളാനിൽ മാത്രമല്ല നന്നാകുകയാ അല്ലാ എന്ന് പറയുന്നവരോട് പറയുകയാ, നിങ്ങളുടെ റമളാനുണ്ടല്ലോ, അല്ലാഹ്ക്ക് വേണ്ട വാപ്പമാരെ, നിങ്ങളുടെ റമളാനിൽ നോമ്പുണ്ടല്ലോ, അല്ലാഹ്ക്ക് വേണ്ട വാപ്പാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, അദാബുകൾ ചെയ്തവരെ, ഹറാമുകൾ ചെയ്തവരെ, തിന്മകൾ ചെയ്തവരെ, തൗബ ചെയ്യടേ വാപ്പാ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, ഇന്നല്ലാഹ് യുഹിബ്ബു തവ്വാബീൻ. അല്ലാഹുവിന് ഈ ദുനിയാവില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാരെയും അറിയോ? അല്ലാഹുവേ, ഈ വെള്ളിപ്പാടിയില് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാരെയും അറിയോ? വയല് പറയുന്നവരെയല്ല, വയല് കേൾക്കുന്നവരെയല്ല, നമസ്കരിക്കുന്നവരെയല്ല, നോമ്പ് പിടിക്കുന്നവരെയല്ല, സദഖ കൊടുക്കുന്നവരെയല്ല. നബി തങ്ങൾ പറയുകയാ, തൗബ ചെയ്യുന്നവരാരാ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാ, അവരെയുണ്ടല്ലോ അല്ലാഹു വല്ലാത്ത ഇഷ്ടമാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബ ചെയ്യുന്നവരാരാ, തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാ, അവരെ അല്ലാഹു വല്ലാത്ത ഇഷ്ടമാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മകളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവരെ ഇൻഷാ അല്ലാഹ് ഖബറിൽ വിജയിച്ചവരാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.